മൈ ആഗ്നി ആൻ എറ്റേണൽ ലവ് ഭാഗം 31. പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നതുപോലെ ഞെട്ടലോടെയാണ് സോന അവനെ നോക്കിയത്. ഗോകുലേട്ടാ, ഞാൻ... അവൻ്റെ പ്രതീക്ഷയോടെയുള്ള നോട്ടം കണ്ടതും അവൾക്ക് എന്ത് പറയണമെന്നറിയാതെ ആയിപ്പോയി. ഇങ്ങനെയൊരു കാര്യം ഒരിക്കലും ഉണ്ടാകുമെന്ന് കരുതിയതല്ല. പെട്ടെന്ന് ഇങ്ങനെയൊക്കെ വന്ന് പറയുന്നത് കേട്ടപ്പോൾ എന്ത് പറയണമെന്ന് അവൾക്കൊരു എത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. അവളാകെ നിന്ന നിൽപ്പിൽ വിയർത്തുപോയി. എടോ, താനിങ്ങനെ ടെൻഷനൊന്നും ആകാൻ നിൽക്കണ്ട. എൻ്റെ മനസ്സിലൊരിഷ്ടം തോന്നി, അത് ഞാൻ തന്നോട് തുറന്നു പറഞ്ഞു. ഇനി തനിക്ക് അങ്ങനെ ഒരു കാര്യമില്ലെങ്കിലും എന്നോട് തുറന്നു പറയാൻ കേട്ടോ. എനിക്ക് അങ്ങനത്തെ രീതിയിലുള്ള കോംപ്ലക്സ് ഒന്നുമില്ല. അവളുടെ അന്തിച്ച രീതിയിലുള്ള മുഖഭാവവും നിൽപ്പും പേടിച്ചരണ്ട പോലുള്ള മുഖവും ഒക്കെ കണ്ടതും ഗോകുല് സമാധാനപരമായി അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷേ സോന എപ്പോഴും കിളി പോയതുപോലെ തലയാട്ടി നിൽക്കുന്നുണ്ട്. ഞാൻ പൊക്കോട്ടെ. ഒരു നിമിഷത്തിന് ശേഷം അവൾ അവനോട് ആകെ പറഞ്ഞത് അതുമാത്രമാണ്. അവളുടെ വെപ്രാളം പിടിച്ചുള്ള സംസാരം കണ്ട് അവന് ചിരി വന്നു. അവൻ അവളെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് പൊയ്ക്കോളാം എന്ന രീതിയിൽ തലയാട്ടി. സോന വേഗം പടികളിറങ്ങി താഴേക്കോടി. അവളുടെ വെപ്രാളം പിടിച്ചുള്ള പോക്ക് കണ്ട് ഗോകുലിന് ചിരിയാണ് വന്നത്. അവൻ്റെ ഉള്ളിൽ എന്തിനോ ഒരു സമാധാനം വന്നു നിറഞ്ഞു. ഇത്ര നാളും ഇങ്ങനെയൊരു ഇഷ്ടം ഉണ്ടായിട്ടും ഇത്ര നാളുകൾ കഴിഞ്ഞിട്ടും അത് അവളോട് പറയാതിരിക്കുന്നല്ലോ എന്നൊരു ടെൻഷൻ ഉള്ളിലുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു പരിധിവരെ അതിനൊരു ആശ്വാസമുണ്ട്. തനിക്ക് അവളോട് തോന്നിയ ഇഷ്ടം അവളെ അറിയിക്കാൻ കഴിഞ്ഞല്ലോ എന്നൊരു സമാധാനം. അവൻ്റെ ഉള്ളിൽ ആ നിമിഷം ഇനി ഇത് കഴിഞ്ഞെന്ത് എന്നൊരു ചിന്തയുണ്ടായിരുന്നില്ല. അവളോട് തൻ്റെ ഉള്ളിലെ ഇഷ്ടം തുറന്നു പറഞ്ഞു എന്ന കാര്യം മാത്രമായിരുന്നു അവൻ്റെ ഉള്ളിൽ ആ സമയം നിറഞ്ഞു നിന്നിരുന്നത്. ഇത് കഴിഞ്ഞ് അവൾ തന്നോട് ഇഷ്ടമല്ല എന്ന് പറഞ്ഞെങ്കിൽ എന്ത് ചെയ്യുമെന്നും അവൾ തന്നോട് പോസിറ്റീവായിട്ടൊരു മറുപടി പറയുമെന്നോ അവൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല. നിറഞ്ഞ ആശ്വാസത്തോടെ അവൻ ഫോൺ എടുത്ത് ആദ്യം വിളിച്ചത് അഖിലിനെയാണ്. അവനോടുള്ള കാര്യമെല്ലാം പറഞ്ഞു. സോനയോട് അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയപ്പോൾ അതാദ്യം പറഞ്ഞത് അഖിലിനോടാണ്. അങ്ങനെയുള്ളപ്പോൾ അവളോട് ആ ഇഷ്ടം തുറന്നു പറഞ്ഞ കാര്യവും ആദ്യം അറിയേണ്ടത് അവനാണെന്ന് തോന്നിയത് കൊണ്ടാണ് അവനെ ആദ്യം വിളിച്ചു പറഞ്ഞത്. അതിനുശേഷം ദേവൂട്ടിയെ വിളിച്ചു നോക്കി. പക്ഷേ ഡ്രസ്സൊക്കെ മാറുന്ന തിരക്കിലായിരുന്നത് കൊണ്ടാകാം അവൾ ഫോൺ എടുത്തില്ല. പക്ഷേ ഇനി എന്തായാലും സോന പറഞ്ഞ കാര്യങ്ങൾ അറിയുന്നതിന് മുന്നേ തന്നെ താനായിട്ട് അവളോട് പറഞ്ഞേക്കാമെന്ന് കരുതി അവൻ ഫോണിൽ വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇട്ടു. ഇതേ സമയം സോനയാണെങ്കിൽ അന്തം വിട്ടതുപോലെ നടക്കുകയാണ്. അവൾക്ക് എങ്ങനെയെങ്കിലും ഈ കാര്യം ആരോടെങ്കിലും പറയണമെന്ന് മാത്രമായിരുന്നു ഉള്ളിൽ. ദേവു ആണെങ്കിൽ മേക്കപ്പ് ഒക്കെ അഴിക്കുന്നതിൻ്റെ തിരക്കിലാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് ദേവു ഒന്ന് ഇറങ്ങിയിട്ട് വേണം സോനയ്ക്ക് ഈ കാര്യങ്ങളെല്ലാം അവളോട് പറഞ്ഞൊന്ന് ആശ്വസിക്കാനായിട്ട്. ദേവു ഡ്രസ്സൊക്കെ മാറി ഇറങ്ങിയപ്പോഴും അത്യാവശ്യം സമയമായിട്ടുണ്ടായിരുന്നു. സോന ദേവുവിനെയും കൂട്ടി നേരെ വാഷ്റൂമിലേക്ക് പോയി. നീ എന്താ എന്നെ ഇങ്ങനെ പിടിച്ച് വലിച്ചുകൊണ്ട് വരുന്നത്? ദേവു വാഷ്റൂം എത്തിയതും അവളോട് ചോദിച്ചു. എടി, ഒരു കാര്യം പറയാനുണ്ട്. ഓടിക്കിതച്ച് വരുന്നത് കൊണ്ട് തന്നെ അവൾ നന്നായിട്ട് ശ്വാസം എടുക്കാൻ പാടുപെടുന്നുണ്ടായിരുന്നു. നീ ആദ്യം ഒന്ന് സമാധാനിക്ക്, എന്നിട്ട് പറയ്. ദേവു അവളുടെ പുറത്ത് പതിയെ ഒന്ന് തട്ടിക്കൊടുത്തുകൊണ്ട് പറഞ്ഞു. എടി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞതും സോന വീണ്ടും പറഞ്ഞു. എന്താ? എടി ഗോകുലേട്ടൻ. അവൾ അതുമാത്രം പറഞ്ഞൊന്ന് നിർത്തി. ഗോകുലേട്ടൻ എന്താണ്? ഗോകുലേട്ടൻ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഒറ്റ ശ്വാസത്തിൽ അവൾ വേഗം പറഞ്ഞു നിർത്തി. പെട്ടെന്നായതുകൊണ്ട് തന്നെ ദേവുവിൻ്റെ കണ്ണുകളും ഒന്നും ഇഴിഞ്ഞു പോയിരുന്നു. അവൾ അതേ ആശ്ചര്യത്തോടെ കൂടെ തന്നെ സോനയുടെ മുഖത്തേക്ക് നോക്കി. സത്യമാണോ എന്ന രീതിയിൽ. സത്യമായിട്ടും, സോന പറഞ്ഞു. അവളിൽ നിന്ന് ഇപ്പോഴും ഞെട്ടൽ വിട്ട് മാറിയിട്ടില്ല. ഇതൊക്കെ എപ്പോൾ സംഭവിച്ചു? നമ്മൾ 3 പേരും നിന്റെ ഡ്രസ്സ് മാറുന്നതിനായിട്ട് ഇങ്ങോട്ട് നടന്നു വന്നില്ലേ? ആ സമയം എന്നെ ഗോകുലേട്ടൻ തിരിച്ചു വിളിച്ചില്ലേ? സോന ചോദിച്ചതിന് ദേവു തലയാട്ടി. എന്നിട്ട് എന്നോട് പറഞ്ഞു ബോട്ടണി ലാബിൻ്റെ അപ്പുറത്തുള്ള ക്ലാസ് റൂമിൽ ഗ്രീൻ റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അത് തുറന്നു കൊടുക്കണമെന്ന്. അത് പറഞ്ഞ് എൻ്റെ കയ്യിലേക്കൊരു താക്കോലും വെച്ച് തന്നു. ഞാൻ താക്കോല് വാങ്ങി അങ്ങോട്ട് പോയപ്പോൾ അവിടെ ആരുമില്ല. ആകെയുള്ളത് കുറേ കപ്പിൾസ് മാത്രം. ഞാനവിടെ നിന്ന് നട്ടം തിരിയുന്ന സമയത്ത് പുള്ളി അങ്ങോട്ട് കയറി വന്നു. എന്നിട്ട് എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. സോന വലിയൊരു സംഭവം നടന്നതുപോലെ എല്ലാ കാര്യങ്ങളും ദേവുവിനോട് വിശദീകരിച്ചു. ഗോകുലിന് സോനയെ ഇഷ്ടമാണെന്ന കാര്യം ദേവുവിന് അറിയാമെങ്കിലും അവൻ ഇന്ന് അവളോട് ഇഷ്ടമാണെന്ന് പറയുന്ന കാര്യം അവൾക്ക് അറിയില്ലായിരുന്നു. പെട്ടെന്ന് അവൻ അവളോട് അത് തുറന്നു പറഞ്ഞു എന്ന് കേട്ടപ്പോൾ ദേവുവിലും ഒരുപോലെ ഞെട്ടലുണ്ടായിരുന്നു. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ദേവു കാര്യം തിരക്കി. ഞാനൊന്നും പറഞ്ഞില്ല. എനിക്ക് വല്ലാതെ പോലെ ആയിപ്പോയി. പെട്ടെന്ന് ഷോക്ക് അടിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം ഞാനിങ്ങനെ ഒരു കാര്യം സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ ഇത് പെട്ടെന്ന് കേട്ടപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം, എന്ത് പറയണമെന്നൊന്നും അറിയില്ലായിരുന്നു. എന്നിട്ട് നീ ഒന്നും പറയാതെ ഇങ്ങോട്ട് ഓടിപ്പോന്നോ? ഇല്ല, ഞാൻ പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഗോകുലേട്ടൻ തലയാട്ടി. അതുകൊണ്ട് ഞാനിങ്ങോട്ട് പോന്നു. നീ അപ്പോൾ ഗോകുലേട്ടൻ പറഞ്ഞതിന് മറുപടിയായിട്ടൊന്നും പറഞ്ഞില്ലേ? ദേവു അവളെ വീണ്ടും കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ ചോദിച്ചു. അതല്ലേടി മണ്ടി ഞാൻ പറഞ്ഞത്. എനിക്ക് പെട്ടെന്ന് എന്ത് പറയണമെന്ന് കിട്ടിയില്ല. സോന അവളുടെ കയ്യിലൊന്ന് തട്ടി. ദേവു ഒന്നും മിണ്ടിയില്ല. എന്നാലും ഞാൻ ഇങ്ങനെയൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. സോന വീണ്ടും വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. ദേവു അപ്പോഴും ഒന്നും മിണ്ടിയില്ല. പെട്ടെന്ന് അടുത്ത നിമിഷം സോന ദേവുവിന് നേരെ തിരിഞ്ഞു. എടി, എനിക്കറിയാം ആൾ നിന്നോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ടാകും.
അത് പറഞ്ഞ് സോന ദേവുവിനെ ചൂഴ്ന്നു നോക്കി. അതിൽ ദേവു ഒന്ന് പതറിപ്പോയെങ്കിലും അങ്ങനെ നിന്നു, ഞാനൊന്നും അറിഞ്ഞില്ല എന്ന എക്സ്പ്രഷൻ ഇട്ടുകൊണ്ട്. സത്യം പറഞ്ഞോ ദേവു, ഗോകുലേട്ടൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ഈ കാര്യം? സോന അവളുടെ മുഖത്തേക്ക് തന്നെ സൂക്ഷ്മമായി നോക്കിക്കൊണ്ട് ചോദിച്ചു. കൂടുതൽ എക്സ്പ്രഷൻ ഇട്ട് വെറുതെ ഓവറാക്കി ചളവാക്കണ്ട. എനിക്ക് മനസ്സിലായി, നിനക്കറിയായിരുന്നു, സോന പരിഭവിച്ചു. എനിക്കറിയാമായിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഏട്ടൻ ഇന്ന് തന്നെ നിന്നോട് ഈ കാര്യം വന്ന് പറയുമെന്ന് ഞാൻ കരുതിയില്ല. അങ്ങനെയൊരു കാര്യം എന്നോട് പറഞ്ഞിട്ടുമില്ല. ദേവു കൈയൊഴിഞ്ഞു. എന്നാലും നിനക്കറിയാമായിരുന്നല്ലോ, എന്നിട്ട് നീ എന്നോടൊരു സൂചന പോലും തന്നില്ലല്ലോ, അവൾ പരിഭവത്താൽ തന്നെ പറഞ്ഞു. എടി, എനിക്ക് നീയും ഗോകുലേട്ടനും ഒരുപോലെയാണ്. അങ്ങനെയുള്ളപ്പോൾ ഒരു കാര്യം പറയരുതെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാണ്? ശരിക്കും ചെകുത്താനും കടലിനും നടുവിൽപ്പെട്ട അവസ്ഥയായിരുന്നു എനിക്ക്. നിന്നോട് പറയാമെന്ന് കരുതിയതാണ്, പക്ഷേ ഏട്ടനോട് വാക്ക് കൊടുത്തതല്ലേ, അതുകൊണ്ട് പറഞ്ഞില്ല. സാരമില്ല, സോന പറഞ്ഞു. വീണ്ടും മുന്നോട്ട് നടന്നവളെ അവൾ പിടിച്ചു നിർത്തി. നീ എന്താ എന്നിട്ട് തീരുമാനിച്ചത്? ഏട്ടനോട് എന്തു പറയാൻ പോവുകയാണ്? ദേവു അവളോട് ആകാംക്ഷയോടെ ചോദിച്ചു. ഞാനൊന്നും തീരുമാനിച്ചില്ല. അവൾക്ക് അങ്ങനെ പറയാനാണ് ആ സമയം തോന്നിയത്. അവളുടെ മറുപടി കേട്ടതും ഒരു നിമിഷം ദേവുവിൻ്റെ മുഖവും നിരാശയോടെ താഴ്ന്നുപോയി. നിനക്ക് ഗോകുലേട്ടനോട് അങ്ങനെ ഒരു ഇഷ്ടം എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? പ്രതീക്ഷയുടെ ഒരു നേരിയ കണികയെങ്കിലും ലഭിച്ചാലോ എന്ന് കരുതി ദേവു വീണ്ടും അവളോട് ചോദിച്ചു. അന്നേരം അവളുടെ ശബ്ദത്തിൽ സങ്കടം നിഴലിച്ചിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ദേവൂട്ടി, എനിക്കിപ്പോൾ അങ്ങനെയൊന്നും തോന്നുന്നില്ല. ഞാൻ ഒരിക്കലും ഗോകുലേട്ടനെ അങ്ങനെ ഒരു കണ്ണിലൂടെ കണ്ടിട്ടുമില്ല. സോന തനിക്ക് ഇതുവരെ തോന്നിയ കാര്യം ഉറപ്പോടെ അവളോട് തുറന്നു പറഞ്ഞു. അല്ലാതെ ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് പറയാനൊന്നും ആ നിമിഷം അവൾക്ക് തോന്നിയില്ല. താൻ പറഞ്ഞത് ദേവുവിന് സങ്കടമായി എന്ന് സോനയ്ക്ക് മനസ്സിലായി. അവൾ ദേവുവിൻ്റെ കൈ തൻ്റെ കൈക്കുള്ളിൽ ചേർത്ത് പിടിച്ചു. എടാ, ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞു എന്ന് കരുതി എനിക്കൊരിക്കലും ഗോകുലേട്ടനെ ഇഷ്ടപ്പെടാൻ കഴിയില്ലെന്നല്ല അർത്ഥം. അവളുടെ മുഖം കണ്ടതും ഒരുവിധം അവളെ സമാധാനിപ്പിക്കാൻ എന്ന രീതിയിൽ സോന പറഞ്ഞു. എടി, നീ എനിക്ക് വേണ്ടി നിന്റെ മനസ്സിലില്ലാത്തതൊന്നും ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ പറയുന്നില്ല. നിനക്ക് പുള്ളിയോട് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടോ എന്നറിയാൻ വേണ്ടി ചോദിച്ചു എന്നേ ഉള്ളൂ. സോന തൻ്റെ വിഷമം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് മനസ്സിലായതും ദേവു അവളോട് പറഞ്ഞു. നിന്നെ എനിക്ക് മനസ്സിലാകും. നിനക്ക് ഞാനും ഗോകുലേട്ടനും ഒരുപോലെയാണെന്ന് എനിക്കറിയാം. പക്ഷേ ഒരു കാര്യം തുറന്നു പറയാം, ഈ ഒരു കാര്യത്തിൽ മാത്രം നീ എന്നിൽ നിന്നധികം പ്രതീക്ഷിക്കരുത് ദേവൂട്ടി. കാരണം ഇതിനൊരിക്കലും ഒരു പോസിറ്റീവായിട്ടുള്ള മറുപടി തരാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൾ തൻ്റെ കാര്യം അതേ രീതിയിൽ തന്നെ അവളോട് തുറന്നു പറഞ്ഞു. വെറുതെ ആവശ്യമില്ലാത്ത ഭംഗി വാക്കുകൾ പറഞ്ഞ് ഒരാൾക്ക് മോഹം കൊടുക്കുന്നതിലും നല്ലത് ആദ്യമേ തന്നെ അയാൾക്ക് വേദനിക്കാത്ത രീതിയിൽ അത് പറഞ്ഞവസാനിപ്പിക്കുക എന്നത് തന്നെയാണല്ലോ. ഇങ്ങനെയൊരു ബന്ധം തൻ്റെ അപ്പനും അമ്മയും സമ്മതിക്കില്ല എന്നത് സോനയ്ക്ക് മറ്റാരേക്കാളും ഉറപ്പാണ്. അതൊരിക്കലും ഗോകുലേട്ടൻ എന്തെങ്കിലും കുറവുണ്ടായിട്ടോ മറ്റോ അല്ല. തൻ്റെ അപ്പനും അമ്മയ്ക്കും താൻ ഒരുപാട് വൈകിയുണ്ടായ ഒരേ ഒരു മകളാണ്. അതുകൊണ്ട് തന്നെ അവരെപ്പോഴും താല്പര്യപ്പെടുക തന്നെ അവരുടെ കാസ്റ്റിൽ തന്നെ വിവാഹം ചെയ്യിപ്പിക്കാനായിരിക്കും. അത് പലപ്പോഴായി ഒളിഞ്ഞും തെളിഞ്ഞും തന്നോട് അപ്പനും അമ്മയും ഒരുപോലെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു വിവാഹം ഒരു കാരണവശാലും അവർ സമ്മതിക്കില്ല എന്നത് സോനയ്ക്ക് 100% ഉറപ്പായിരുന്നു. സോനാപ്പി, അപ്പനും അമ്മയും സമ്മതിക്കില്ലെന്ന് കരുതിയാണോ നീ ഇങ്ങനൊരു തീരുമാനം പറഞ്ഞത്? ഒരു പരിധിവരെ അത് തന്നെയാണ് കാരണം. ദൈവം തമ്പുരാൻ നേരിട്ടിറങ്ങി വന്ന് പറഞ്ഞാൽ പോലും എൻ്റെ അപ്പനും അമ്മയും എന്നെ മറ്റൊരു ജാതിയിലേക്കും മതത്തിലേക്കും വിവാഹം കഴിച്ചു കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോന തൻ്റെ കാര്യം അവളോട് തുറന്നു പറഞ്ഞു. ഗോകുല് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞതുകൊണ്ട് ആ നിമിഷം എന്ത് പറയണം അവനോട് എന്നറിയില്ലാത്തത് കൊണ്ടാണ് ഇതെല്ലാം പറയാൻ പറ്റാതെ പോയത്. പക്ഷേ അതിൽ നിന്ന് വിട്ടുമാറി കുറച്ചു നിമിഷത്തിന് ശേഷം തന്നെ ഈ ഒരു തിരിച്ചറിവ് അവളുടെ ഉള്ളിലുണ്ടായിരുന്നു. ദേവുവും ഗോകുലും ഇതുതന്നെയാണ് അവളിൽ നിന്നുള്ള മറുപടിയായി പ്രതീക്ഷിച്ചതെങ്കിലും പെട്ടെന്ന് അങ്ങനെ കേട്ടതുകൊണ്ട് തന്നെ ദേവുവിന് അത് വല്ലാത്ത വിഷമമുണ്ടാക്കി. ഞാൻ തന്നെ ഗോകുലേട്ടനോട് കാര്യങ്ങൾ മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം. ദേവുവിനൊരു പക്ഷേ ഇങ്ങനെയൊരു കാര്യം അവനോട് തുറന്നു പറയാൻ വിഷമം കാണും എന്നറിയാവുന്നത് കൊണ്ട് തന്നെ സോന തന്നെ പറയാമെന്ന് അവൾ പറഞ്ഞു. അപ്പോൾ ഇഷ്ടമല്ലെന്ന് തന്നെയാണ് നീ പറയാൻ പോകുന്നത് അല്ലേ? ദേവു വീണ്ടും ഒന്നുകൂടി ചോദിച്ചു നോക്കി. സോന അതിന് തലയാട്ടിയതല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല. അധികം വൈകരുത് സോന. വെറുതെ ആവശ്യമില്ലാത്ത പ്രതീക്ഷകൾ ഗോകുലേട്ടനിൽ ഉണ്ടാക്കരുത്. പറ്റുന്നത്ര വേഗത്തിൽ തന്നെ നീ നിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ ഏട്ടനെ അറിയിക്കണം. ഒരുപക്ഷെ അവൾ മറുപടി പറയാൻ വൈകിയാൽ അതവനിൽ പ്രതീക്ഷയുണ്ടാക്കും. ഒരുപാട് നാളുകൾക്ക് ശേഷം അവൾ പോയി ഇഷ്ടമല്ലെന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ അവന് താങ്ങാനാവാത്ത മുറിവായിരിക്കും നൽകുന്നത്. അതുകൊണ്ടാണ് അധികം വൈകാതെ തന്നെ അവളുടെ മറുപടി അവനെ അറിയിക്കണമെന്ന് ദേവു പറഞ്ഞത്. വാ, നിന്റെ അപ്പച്ചിയും ദേവേട്ടനും ഒക്കെ നിന്നെ കാത്തിരിക്കുകയായിരിക്കും, സോന ദേവുവിൻ്റെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു. ബാക്കി സമയങ്ങളിലെല്ലാം ദേവു ആകെ മൂഡ് ഓഫ് ആയിരുന്നു. അതിൻ്റെ കാരണം സോനയ്ക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ അവളൊന്നും പറയാൻ പോയില്ല. കുറച്ച് സമയം കൂടി മോഹിനിയാട്ടത്തിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വേണം റിസൾട്ട് അറിയാൻ. എന്തായാലും ഇത്രയും നേരം ഇരുന്നതല്ലേ, ഇനി റിസൾട്ട് കൂടി അറിഞ്ഞിട്ട് പോകാമെന്ന് കരുതിയിരിക്കുകയാണ് മഹിയും അപ്പച്ചിയുമെല്ലാം. ദേവു ഒരുപാട് നോക്കിയിട്ടും ഗോകുലിനെ അവിടെ എങ്ങും കാണുന്നുണ്ടായിരുന്നില്ല. ഇടയ്ക്കെപ്പോഴോ ഒരു മിന്നായം പോലെ നടന്നു പോകുന്നത് കണ്ടു. അവൻ ആകെ തിരക്കിലാണ്.
കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ മോഹിനിയാട്ടത്തിന്റെ റിസൾട്ട് പ്രഖ്യാപിക്കാൻ പോവുകയാണ് എന്ന അനൗൺസ്മെന്റ് വന്നു. പ്രതീക്ഷിച്ചിരുന്നില്ല എങ്കിലും ദേവുവിനായിരുന്നു ഒന്നാം സമ്മാനം. റിസൾട്ട് അറിഞ്ഞപ്പോൾ തന്നെ ഗോകുൽ അവളുടെ അടുത്തേക്ക് ഓടിയെത്തി. അഭിനന്ദനങ്ങൾ അറിയിച്ചതിന് ശേഷം അവൻ വേഗം തന്നെ തിരികെ പോയി. കാരണം അവൻ ഇനിയും എന്തൊക്കെയോ തിരക്കുകളുണ്ടായിരുന്നു. റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ സോന വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു പോയി. ദേവൂട്ടിയൊക്കെ പോകുമ്പോൾ അവളെ വീട്ടിലേക്കാക്കി തരാമെന്ന് പറഞ്ഞുവെങ്കിലും വേണ്ടെന്ന് പറഞ്ഞ് അവൾ ബസ്സിൽ കയറി പോവുകയാണ് ചെയ്തത്. തിരികെ വീട്ടിലേക്ക് പോകുമ്പോൾ കാറിലിരിക്കുമ്പോഴും ദേവു ആകെ സൈലന്റ് ആയിരുന്നു. സമ്മാനം കിട്ടിയതിന് ശേഷം അവൾക്ക് വലിയ സന്തോഷമുള്ളതായിട്ടൊന്നും മഹിക്കും തോന്നിയില്ല. വീട്ടിൽ മുറിയിലേക്ക് കയറിയതും മഹിയും അവളുടെ കൂടെ വന്നു. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാം കേട്ടോ. ബൈ.